എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഓണം സ്പെഷ്യൽ ചെറുപയർ പരിപ്പ് പ്രഥമനാണ്. വളരെ സ്വാദിഷ്ടമായ ഈ നാടൻ രുചിയുള്ള പ്രഥമൻ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 500 ഗ്രാം ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കിത് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഓട്ടിന്റെ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടി കട്ടിയുള്ള പാത്രത്തിലാണ് നമ്മൾ ഇത് വറുത്തെടുക്കേണ്ടത്. ഓട്ടുരുളി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പരിപ്പ് വറുത്തെടുക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. പകുതി വേവിലാണ് ഞാൻ ഇത് വറുത്തെടുക്കുന്നത്. പരിപ്പ് എടുത്തിട്ടൊന്ന് കടിച്ചു നോക്കുന്ന സമയത്ത് പൊട്ടുകയാണെങ്കിൽ ഇതിൽ നിന്നും പകുതി ഭാഗം എടുത്തിട്ട് മാറ്റി കൊടുക്കാം. ഇനി ബാക്കി പരിപ്പ് വറുത്തെടുക്കാം. നല്ല മൂത്ത് വരുന്ന വരെ വറുത്തെടുക്കണം. നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പ്രഥമൻ കഴിക്കുന്ന സമയത്ത് പരിപ്പ് ചെറുതായിട്ടൊന്ന് കടിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ പരിപ്പ് പ്രഥമൻ കഴിക്കുമ്പോൾ. ഈ പരിപ്പ് നല്ല പോലെ മൂത്ത് വരാൻ മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു ടിപ്പ് കാണിച്ചുതരാം. ഇതിലേക്ക് ഒരു കഷ്ണം വാഴയില ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് പരിപ്പ് മൂത്ത് വരുമ്പോൾ ഇല നല്ല പോലെ തന്നെ പൊടിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് കറക്റ്റ് പാകം മനസ്സിലാകും. ഇത് നല്ലൊരു ടിപ്പാണ്. പരിപ്പിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ചെറിയൊരു ഗോൾഡ് കളറായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത വാഴയില ഉണ്ടല്ലോ, ചെറിയൊരു ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഫ്ലെയിം കൂട്ടി വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പരിപ്പ് കരിഞ്ഞു പോകും. പരിപ്പ് ഇതാ നല്ല പോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഇലയുണ്ടല്ലോ ഒന്നിങ്ങനെ ഒടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, പൊടിഞ്ഞു പോകും. ഇതാണ് കറക്റ്റ് പാകം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾ ഇനി പരിപ്പ് വറുക്കുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി ഈ പരിപ്പ് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പരിപ്പിന്റെ കൂടെ ഇട്ട് കൊടുക്കാം. വറുത്തെടുത്ത പരിപ്പ് 2-3 വെള്ളത്തിൽ കഴുകിയെടുത്തതാണിത്. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം വറുക്കുന്നതിന് മുന്നേ കഴുകിയിട്ടില്ല, വറുത്ത ശേഷമാണ് കഴുകിയെടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുക്കർ മൂടി വെച്ചിട്ട് ഒരു 3 വിസിലിന് വേവിക്കാം. ആദ്യത്തെ വിസില് ഹൈ ഫ്ലെയിമിലും ബാക്കി വരുന്ന 2 വിസില് ലോ ഫ്ലെയിമിലാണ് നമുക്ക് വേണ്ടത്. അപ്പോഴത്തേക്കും നന്നായിട്ട് പരിപ്പ് വെന്ത് കിട്ടും. 3 വിസില് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. പ്രഥമന് വേണ്ടത്, പ്രഥമന് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പത്തിൽ വരുന്ന 2 തേങ്ങയാണ് വേണ്ടത്. നമുക്ക് ഈ തേങ്ങ ഒന്ന് ചിരവിയിട്ട് തേങ്ങാപ്പാൽ എടുക്കാം. 2 തേങ്ങയും ചിരവി എടുത്തിട്ട് 1-ാം പാലും 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്ത 1-ാം പാലാണിത്. ഇത് 2 കപ്പ് 1-ാം പാല്. അതുപോലെ തന്നെ 3 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തതാണിത്. 4 കപ്പ് 2-ാം പാലും ഉണ്ട്. 3 വിസിലും വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. മധുരത്തിന് വേണ്ടി ഞാനിവിടെ 800 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര എടുക്കുമ്പോൾ നല്ല ഡാർക്ക് കളറുള്ള നോക്കിയിട്ട് എടുക്കുക, ഏകദേശം ഒരു ബ്രൗൺ കളറുള്ളത്. ഇതിലേക്ക് ഉരുക്കാനായിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ശർക്കര മുഴുവനായിട്ടും ഉരുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പത വന്നിട്ട് ഈ ഒരു പാകത്തിലാണ് ശർക്കര പാനി എടുക്കേണ്ടത്. ഫ്ലെയിം ഓഫ് ചെയ്യാം. കുക്കറിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിന്റെ അളവൊക്കെ കറക്റ്റ് ആണ്. പരിപ്പും നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പായസം തയ്യാറാക്കിയെടുക്കാം. നമ്മൾ പായസം തയ്യാറാക്കുന്നത് ഓട്ടുരുളിയിലാണ്. ഓട്ടുരുളി ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഓട്ടുരുളിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മുടെ പായസത്തിന്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി അരിച്ചിട്ട് തന്നെ ഒഴിക്കണം, അഴുക്കുണ്ടാവും അതില്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 500 ഗ്രാം ചെറുപയർ പരിപ്പിന് 800 ഗ്രാം ശർക്കരയാണ്. മധുരം കുറച്ച് കൂടുതൽ വേണ്ടവര് 900 ഗ്രാം വരെ എടുക്കാം. 800 ഗ്രാം എടുക്കുന്നത് കറക്റ്റ് അളവായിരിക്കും. ശർക്കരപ്പാനിയായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ശർക്കരപ്പാനി നമ്മുടെ പരിപ്പുമായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരണം. ശർക്കരപ്പാനി ഒരുപാട് അങ്ങോട്ട് ജ്യൂസായി പോവരുത്. നന്നായിട്ട് തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നെയ്യ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഈ സമയത്ത് നെയ്യ് ചേർത്ത് കൊടുത്താൽ നമ്മുടെ പ്രഥമന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിനി കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് എടുത്തു വെച്ചിട്ടുള്ള 2-ാം പാല് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. രണ്ടാം പാല് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട്. തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. തൊലി കളഞ്ഞ് പൊടിച്ചെടുത്തതാണിത്. 8 എണ്ണം ഉണ്ട്. അതോടൊപ്പം ചെറിയ കഷ്ണം ചുക്ക് കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ജീരകവും പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചുക്കുപൊടിയും ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് പിഴിഞ്ഞു വെച്ചിട്ടുള്ള 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 1-ാം പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും തിളക്കാൻ അനുവദിക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 2-ാം പാലും കൂടി ചേർത്ത് കൊടുത്തപ്പോൾ ഇതാ കറക്റ്റ് പാകത്തിലായിട്ടുണ്ട്. അധികം തിക്കും അല്ല, അധികം ലൂസും അല്ല. ഇനി ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും കറക്റ്റ് ആയിട്ട് വരും. ഓട്ടിന്റെ ഉരുളി ആയത് കൊണ്ട് തന്നെ ഒന്നുകൂടി കുറുകും തണുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്ത് കോരിയിടണം. എന്നാൽ മാത്രമേ നമ്മുടെ പായസം പൂർത്തിയാവുള്ളൂ. ഇനി പായസം ഇറക്കി മാറ്റി വെക്കാം. അണ്ടിയും മുന്തിരിയും വറുത്തിടാനായിട്ട് ഞാൻ ഇതാ ചെറിയ കടായി ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നല്ല മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്ത് നല്ല പോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 50 ഗ്രാമോളം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഞാൻ ഇതാ ഒരു പട്ട എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം 3 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്, ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കല്യാണ സദ്യയിലൊക്കെ പായസം തയ്യാറാക്കുമ്പോൾ ഇത് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്, അതുപോലെ തന്നെ പായസത്തിന് നല്ലൊരു മണം ഉണ്ടാവും. ഇതിന്റെ അളവ് കൂടിപ്പോവരുത്, ഇത്ര മതി. ഇതിലേക്ക് ഇനി 50 ഗ്രാമോളം മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് വറുത്തെടുക്കുന്ന സമയത്ത് തന്നെ തേങ്ങാക്കൊത്തിന്റെയും അതുപോലെ തന്നെ ഗ്രാമ്പൂന്റെയും ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പരിപ്പ് പ്രഥമനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് പാകത്തിലാണ് കിട്ടിയിട്ടുള്ളത്. വളരെ എളുപ്പമാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ചെറുപയർ പരിപ്പ് കൊണ്ട് തയ്യാറാക്കിയ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഇനി അടുത്ത പുതിയ നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.